ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക നടത്തിയ സൈനിക നടപടി തത്സമയം വീക്ഷിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് ട്രംപ് സൈനിക നടപടി വീക്ഷിച്ചത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന തൊപ്പി ധരിച്ചുള്ള ട്രംപിന്റെ വിവിധ ഫോട്ടോകൾ വൈറ്റ് ഹൌസ് പുറത്തുവിട്ടിട്ടുണ്ട്. സൈനിക സാഹചര്യങ്ങൾ നിരീക്ഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ഒത്തുകൂടുന്ന വൈറ്റ് ഹൌസിലെ മുറിയാണ് സിറ്റുവേഷൻ റൂം എന്നറിയപ്പെടുന്നത്. ലാദനെ വധിക്കാൻ യുഎസ് നടത്തിയ ആക്രമണം അന്നത്തെ പ്രസിഡന്റ് ബരാക് ഒബാമ വീക്ഷിച്ചതും ഇതേ മുറിയിലിരുന്നാണ്. JFK റൂം എന്നറിയപ്പെടുന്ന സിറ്റുവേഷൻ റൂമിലെ പ്രധാന കോൺഫറൻസ് റൂമിലാണ് ട്രംപ് ആക്രമണം വീക്ഷിച്ചത്. വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് എന്നിവരും ചിത്രത്തിലുണ്ട്. 1979 ശേഷം ആദ്യമായാണ് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തുന്നത്. ഇറാനിലെ ഫോഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായ ആക്രമണം പൂർത്തിയാക്കിയെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ ആദ്യ പോസ്റ്റിൽ അവകാശപ്പെട്ടത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം വൻ വിജയമായിരുന്നുവെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞു. US സൈന്യത്തിന്റെ സുപ്രധാന നേട്ടമാണ് ഇത്. ആണവായുധം ഉണ്ടാക്കാനുള്ള ഇറാന്റെ ശേഷി തകർക്കുകയായിരുന്നു ലക്ഷ്യം. അതുവഴി ലോകത്തെ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ സ്പോൺസറായ ഇറാന്റെ ആണവ ഭീഷണിയും അവസാനിപ്പിക്കാനായിരുന്നു നടപടി. ദൗത്യം ഗംഭീര വിജയമായിരുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം അടുത്ത വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് ശുപാർശ ചെയ്ത പാകിസ്ഥാൻ ഇന്ന് ഇറാനിൽ US നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. കഴിഞ്ഞ മാസം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനുമായി ഉടലെടുത്ത സംഘർഷ സാഹചര്യത്തിൽ ഇടപെട്ടുവെന്ന് പറഞ്ഞാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ട്രംപ് അർഹനാണ് എന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത്. മേഖലയിലെ പ്രശ്നങ്ങൾ ഇനിയും മോശമാകുന്നതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇറാനെതിരായ നടപടി അങ്ങേയറ്റം അസ്വസ്ഥതയുണ്ടാക്കുന്നു. സംഘർഷം കൈവിട്ടുപോയാൽ മേഖലയിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും. സംഘർഷം ഉടനടി അവസാനിപ്പിക്കണം. UN ചാർട്ടറിനനുസരിച്ചുള്ള ചർച്ചയും നയതന്ത്രവും നടപ്പാക്കണമെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇറാനുമായി 900 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണ് പാകിസ്ഥാന്. ഇറാന് സ്വയം പ്രതിരോധിക്കാൻ എല്ലാ അവകാശവും ഉണ്ടെന്നും ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതേസമയം ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രായേലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഹൈഫ, നെസിയോണ, റിഷോൺ ലെസിയോൺ, ടെൽ അവീവ് ഉൾപ്പെടെയുള്ള വടക്കൻ മധ്യ ഇസ്രായേലിൽ ഉടനീളം ഒന്നിലധികം സ്ഥലങ്ങളിൽ ടെഹ്റാൻ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നാലെ ടെൽ അവീവിലെ തെരുവുകൾ വിജനമായതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രദേശത്താകെ കനത്ത പുക ഉയരുന്നതായും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് ലഭിച്ചതോടെ ബങ്കറുകളിലേക്ക് ഓടിക്കയറുന്നതിനിടയിൽ ക്രമരഹിതമായി പാർക്ക് ചെയ്തിട്ട് പോയ വാഹനങ്ങളും ദൃശ്യങ്ങളിലുണ്ട്. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് പിന്നാലെ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഓരോ അമേരിക്കൻ പൗരനും സൈനിക ഉദ്യോഗസ്ഥരും ഇറാന്റെ പ്രതികാര ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ മുന്നറിയിപ്പ് നൽകിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ പശ്ചിമേഷ്യയെ കൂടുതൽ ഭീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ ബോംബിട്ടത്. ഇറാനെതിരെ സൈനിക നടപടി വേണമോ എന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞുവെങ്കിലും വെറും 2 ദിവസത്തിനുള്ളിൽ തന്നെ അമേരിക്ക ആക്രമണം നടത്തി. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത്. വിദഗ്ധമായ പദ്ധതികളോടെ അതിമാരകമായ മിസൈലുകളും ബോംബുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകളും ബങ്കർ ബസ്റ്റർ ബോംബുകളും അമേരിക്ക ഉപയോഗിച്ചു. ഫോഡോ, നദാൻസ്, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് കൂടി നൽകിയാണ് മടങ്ങിയത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ അമേരിക്ക കൂടി ഇടപെട്ടതോടെ യുദ്ധം വ്യാപിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനെ ആക്രമിക്കരുത് എന്ന് ചൈനയും റഷ്യയും അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന ഇരു രാജ്യങ്ങളുടെയും നിർദ്ദേശം തള്ളിയാണ് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ നീക്കം വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. അതേസമയം അമേരിക്ക ആക്രമിച്ച ഇറാനിലെ ഫോർഡോ, ഇസ്ഫഹാൻ, നദാൻസ് ആണവ നിലയങ്ങൾക്ക് പരിസര മേഖലകളിൽ റേഡിയേഷൻ വർധനവ് ഇല്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA അറിയിച്ചു. നിലവിലെ സാഹചര്യം ഇതാണെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അറിയിക്കുമെന്നുമാണ് IAEA വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ
അമേരിക്ക ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ആണവ കേന്ദ്രങ്ങൾ ഒഴിപ്പിച്ചിരുന്നുവെന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്തെത്തി. ആണവ കേന്ദ്രങ്ങളിലെ ഭൂഗർഭ അറകൾക്ക് കാര്യമായ തകരാറുകൾ ഉണ്ടായിട്ടില്ല എന്ന് ഇറാൻ MP മനാൻ റൈസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഫോർഡോയിലെ ആണവ കേന്ദ്രത്തിന് കാര്യമായ തകരാർ ഉണ്ടായിട്ടില്ല. ചെറിയ കേടുപാടുകൾ മാത്രമാണ് ആണവ കേന്ദ്രത്തിന് സംഭവിച്ചത്. അത് പരിഹരിക്കാൻ പറ്റുന്ന തകരാറുകൾ മാത്രമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫോർദോ ആണവ നിലയത്തിൽ അമേരിക്കൻ സൈന്യം ഇന്ന് പുലർച്ചെ നടത്തിയ ആക്രമണത്തിന് ഉപയോഗിച്ചത് വൻ നശീകരണ ശേഷിയുള്ള GBU-57 ബങ്കർ ബസ്റ്റർ ബോംബാണെന്നാണ് റിപ്പോർട്ടുകൾ. ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങി സ്ഫോടനം നടത്തി ഭൂഗർഭ അറകൾ വരെ തകർക്കാൻ ശേഷിയുള്ളതാണ് GBU-57 ബങ്കർ ബസ്റ്റർ ബോംബ്. ടെഹ്റാന് തെക്ക് ഭാഗത്തായി മലനിരകൾക്കിടയിലാണ് ഫോർദോ ആണവ നിലയത്തിന്റെ സ്ഥാനം. ഇവിടെ പുറത്തു കാണുന്നതിനേക്കാൾ വലിയ അറകൾ ഭൂമിക്കടിയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇറാന്റെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ഫോർദോ ആണെന്നാണ് ഇസ്രയേലും അമേരിക്കയും കണക്കാക്കുന്നത്. ഭൂമിക്കടിയിലെ കേന്ദ്രം തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രയേലിന്റെ പക്കലില്ല. ഇതിന് ശേഷിയുള്ളതാണ് അമേരിക്കയുടെ GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകൾ. 13,000 കിലോഗ്രാം ഭാരമുള്ളതാണ് ഈ ബോംബ്. ഭൂപ്രതലത്തിൽ വീണാൽ 18 മുതൽ 61 മീറ്റർ വരെ മണ്ണിനടിയിലേക്ക് ആഴ്ന്നിറങ്ങി സ്ഫോടനം നടത്താനുള്ള ശേഷി ഇതിനുണ്ട്. ഇതോടൊപ്പം ടൊമാഹോക്ക് ക്രൂയിസ് മിസൈലുകളും ആക്രമണത്തിന് ഉപയോഗിച്ചു. അമേരിക്കൻ നാവികസേനകൾ ഉപയോഗിക്കുന്ന ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈലുകളാണ് ടൊമാഹോക്ക് മിസൈലുകൾ. ഉന്നം പിഴയ്ക്കാത്ത ആക്രമണമാണ് ഈ മിസൈലുകളുടെ പ്രത്യേകത. കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും ഈ മിസൈലുകൾ പ്രയോഗിക്കാനാകും. താഴ്ന്നു പറക്കാൻ സാധിക്കുന്നതും നൂതന സംവിധാനങ്ങൾ ഉള്ളതുമായ മിസൈലുകൾക്ക് സങ്കീർണമായ ഭൂപ്രദേശങ്ങളിൽ കടന്നുകയറി ശത്രുക്കളുടെ വ്യോമ പ്രതിരോധത്തെ തകർക്കാനാകും. 1970കളിൽ ശീതയുദ്ധ കാലഘട്ടത്തിലാണ് ഈ മിസൈലുകൾ ആദ്യമായി ഉപയോഗിക്കുന്നത്. ഏകദേശം 5.6 മീറ്റർ നീളവും 1600 കിലോഗ്രാം ഭാരവും ഉണ്ടാകും. മണിക്കൂറിൽ 880 കിലോമീറ്റർ വേഗതയിൽ മിസൈലുകൾക്ക് സഞ്ചരിക്കാനാകും. 1600 കിലോമീറ്റർ ദൂരമാണ് ആക്രമണ പരിധി. മാത്രമല്ല, റഡാർ സംവിധാനങ്ങളുടെ കണ്ണിൽപ്പെടാതെ എതിർപാളയത്തെ തകർക്കാനും ഇതിനാകും. അതിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രയേലിൽ കനത്ത ജാഗ്രത തുടരുമ്പോൾ ഇറാന്റെ തിരിച്ചടിയുമുണ്ടായി. നിലവിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഗതി മാറിയതോടെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടാനുള്ള നീക്കത്തിലാണ് ഇറാൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ലോകത്തെ ഒന്നടങ്കം ബാധിച്ചേക്കും. ഹോർമുസ് വഴി എണ്ണക്കപ്പലുകൾ യൂറോപ്പിലേക്ക് കടക്കാൻ ഇറാൻ സമ്മതിക്കില്ല എന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ ഊർജ്ജ മേഖലയിൽ പിന്നീട് നിത്യജീവിതത്തിൽ പോലും ദൂരവ്യാപകമായ ഗുരുതര പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുക. ഏതാണ്ട് 50 വലിയ എണ്ണ ടാങ്കറുകൾ ഹോർമുസിലൂടെ കടക്കാൻ ശ്രമിക്കുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സുപ്രധാന ജലപാത ഏത് നിമിഷവും അടച്ചേക്കുമെന്ന് ഓയിൽ വ്യവസായ മേഖല കണക്കുകൂട്ടുന്നുണ്ട്. ആ ഭയം യാഥാർത്ഥ്യമായാൽ എണ്ണവില വൻതോതിൽ കുതിച്ചുയരാനും സാധ്യതയുണ്ട്. അരനൂറ്റാണ്ടിലേറെയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ ഇടനാഴിയായി പ്രവർത്തിക്കുന്ന ഇടമാണ് ഹോർമുസ് കടലിടുക്ക്. പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാൻ, അറബിക്കടൽ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണ് ഇത്. 21 നോട്ടിക്കൽ മൈലാണ് വീതി. ലോകത്തിലെ ഏറ്റവും ഊർജ സമ്പന്നമായ ചില രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വാതക കയറ്റുമതിയുടെ പ്രധാന ഗതാഗത മാർഗം കൂടിയാണ് ഹോർമുസ്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, ഇറാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അവരുടെ അസംസ്കൃത എണ്ണ ആഗോള വിപണിയിലെത്തിക്കാൻ ആശ്രയിക്കുന്നത് ഈ കടലിടുക്കിനെയാണ്. US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും ഏകദേശം 20 മുതൽ 21 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്നത്. ഇത് ലോകത്തിലെ പ്രതിദിന ഉപഭോഗത്തിന്റെ ഏകദേശം 1/5. ഇവിടെയുണ്ടാകുന്ന ഏതൊരു തടസ്സവും പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഊർജ വിപണികളെ പിടിച്ചു കുലുക്കും. പതിറ്റാണ്ടുകളോളം നീണ്ട രാഷ്ട്രീയ ഭീഷണി, പ്രോക്സി യുദ്ധങ്ങൾ, ഉപരോധങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, നാവിക ഏറ്റുമുട്ടലുകൾ എന്നിവയുണ്ടായിട്ടും ആധുനിക ചരിത്രത്തിൽ ഹോർമുസ് കടലിടുക്ക് ഒരു തവണ പോലും പൂർണ്ണമായും അടച്ചിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹോർമുസ് അടച്ചിടാനുള്ള ഏതൊരു ശ്രമത്തിന്റെയും ഫലം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളായിരിക്കുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അതിനിടെ അമേരിക്കയെ ആക്രമിക്കുമെന്ന സൂചനകൾ നൽകി യമനിലെ ഹൂതി വിമതരും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യാഘാതം നേരിടാൻ ട്രംപ് ഒരുങ്ങണമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആക്രമണത്തിന് ട്രംപിനെ കൊണ്ട് മറുപടി പറയിക്കുമെന്നാണ് ഹൂതികൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹൂതികളുടെ വക്താവ് ഹിസാം അൽ അസദ് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കൻ കപ്പലുകൾ ചെങ്കടലിൽ മുക്കുമെന്ന് യമനിലെ ഹൂതി വിമതർ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം US-ഉമായുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതിന്റെ സൂചനയും ഹൂതികൾ നൽകിയിട്ടുണ്ട്.